അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്ന് പോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. നല്ല സ്വാധീനം പിന്തുണയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് നഗരം. ഈ കാസർഗോഡ് നഗരം ആ സംഭവങ്ങളെല്ലാം ആലോചിക്കുന്ന സമയത്ത് കാസർഗോഡിന്റെ പരിമിതികൾ മനസ്സിൽ കണ്ടു തരും. സമരങ്ങളിൽ തിരിച്ചു പോകുമ്പോൾ ആ പരിമിതികളെല്ലാം ഒന്നുപോലും പരിമിതിയായി പോകുന്നത് അതിഗംഭീരമായി നടന്ന ഒരു അനുഭവമാണ് കാസർഗോഡ്. ഈ വല്ലാത്ത സമ്മേളനം നിങ്ങൾ കടന്നു വരുമ്പോഴുള്ള അനുഭവമായിരിക്കും തിരിച്ചു പോകും. കാസർഗോഡ് ഊഷ്മളമായ ഒരു നഗരം പട്ടണത്തോടെ പറയുന്നത് ഒരു ഉത്തരവാദിത്വമുള്ള വളരെ സുപ്രധാനമായ ഒരു നിലയാണ് ജലം. അതിന് അതിന്റെ അനാഥതയിലേക്ക് പോകുമ്പോഴാണ് ജലത്തിന്റെ പ്രാധാന്യം. ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ 80കളിൽ ഈ കോളേജിന് നേരെ മുമ്പിൽ സ്ഥിരമായി വെള്ളം വന്ന് വീഴുന്ന സ്ഥലമുണ്ടായിരുന്നു. അതിന് ബോർഡില്ല. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിയമപഠനത്തിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ബോർഡ് മാറി. അവരെ കേരളീയപ്പെടുത്തുന്ന കാസർഗോഡ് കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ PhD ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ വകുപ്പ്, ഈ ഡിപ്പാർട്ട്മെന്റ് ആ ജലസംരക്ഷണം എന്നത് ഏറ്റവും പ്രധാന ഉത്തരവാദിത്തമായി നമുക്കെല്ലാവർക്കും കുടിക്കാനും കൃഷിക്കും
അത് അത്യാവശ്യ കാര്യങ്ങളും എല്ലാം ആവശ്യമുള്ള വെള്ളം അത് സർക്കാർ കൊടുക്കും. അത് എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളമുണ്ട്. അതുകൊണ്ട് ജലവിതരണം എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്കാണ് കേരളീകരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ച് വരികയാണ് കേരളീകരിക്കുന്നത്. പക്ഷേ ആ കേരളീ പലഘട്ട അതിനായി ഉജ്ജ്വലമായ സമരം പഠനത്തെക്കുറിച്ച് ഉയര പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം യോജിച്ച് നടക്കുന്നു. അത് സാധിച്ചു. പിന്നീട് വികസനകരമാകുമ്പോൾ നമുക്ക് മാറ്റാതോടെ പൊതുമേഖലയെ സംരക്ഷിക്കുമ്പോൾ ഉറപ്പുവരും. അതിനുപോകാൻ കുടിവെള്ളം എല്ലാവർക്കും കൊടുക്കാൻ സംവിധാനമില്ല. അങ്ങനെയാണ് നാട്ടിലോട്ട്. പക്ഷേ സർക്കാരുമായി സർക്കാരൊന്നും അവരുടെ പരിപാടി ആയിട്ട് തുടങ്ങി. ഇന്ന് നമ്മൾ കേട്ടത് അഭിമാനമാകുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു. വെള്ളത്തിന് പൈസ കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ വന്നാൽ ജലം കിട്ടുന്നില്ലെന്ന അവസ്ഥ വന്നാൽ എന്താകുന്ന നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട്. പൊതുമേഖലയിൽ ആരെയും സ്വകാര്യവൽക്കരിക്കുന്നു. ഡെവലപ്മെന്റിന്റെ പേരിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ ശമ്പളം കൊടുക്കാതെ, പെൻഷൻ കൊടുക്കാതെ, സാമൂഹ്യ സംരക്ഷണം കൊടുക്കാതെ എല്ലാവരും ഏറ്റവും നന്നായി കാര്യങ്ങൾ നിർവഹിച്ച സർക്കാരിനെ ഇവിടെ ആകെ കടന്നുകയാണ്. സാമ്പത്തിക അരാജകത്വമാണ് നടന്നത്. ഇവിടെ വലിയ പ്രതിസന്ധിയാണ്. കടത്തിൽ മുക്കിയിരിക്കുന്നു. എന്നെല്ലാം പറഞ്ഞ് തെറ്റായ വിചാരം നടത്തിയിട്ട് ആഗോളവൽക്കരണ കാഴ്ചപ്പാടായ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന ചില സേവനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം വരും നാളുകൾ ഉജ്ജ്വലമായ സമരത്തിൽ തയ്യാറെടുക്കുക മാത്രം പറഞ്ഞു പോകുന്നത്. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ കേരള വാട്ടർ അതോറിറ്റിയെ ഈ ജലത്തെ ജനങ്ങൾക്ക് നിർലോഭമായി ലഭിക്കുന്നതിന് ആവശ്യമായ സംവിധാനം നിലനിർത്താൻ, അത് പൊതുമേഖലയെ നിലനിർത്താൻ എങ്ങനെ കഴിയുമെന്ന് ചർച്ച ചെയ്ത സമ്മേളനമായി. കാസർഗോഡ് ഒരു മേഖല ജലാശയത്തിൽ പദ്ധതി പോലുമില്ലാത്ത, അഥവാ അണക്കെട്ട് പോലുമില്ലാത്ത, ഡാമില്ലാത്ത ഒരു ജില്ലയാണ്. ഒരു ജലപ്രതിസന്ധി വന്നാൽ ആദ്യം ബുദ്ധിമുട്ടുക കാസർഗോഡിലെ ഒരു 3-4 മാസക്കാലം ഇപ്പോൾ മുമ്പ് കാസർഗോഡ് ജോലി ചെയ്തവരും കാസർഗോഡ് വന്നവരുടെ ഓർമ്മയുണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പോൾ വെള്ളത്തിന്റെ രക്ഷപ്പെടാം. എപ്പോഴാണ് പ്രശ്നം ചെയ്യപ്പെടുന്നത്? LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1ാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ചട്ടത്തിലാണ് ഒപ്പുകളുടെ പ്രശ്നം പരിഹരിക്കുക. ഇത് കാസർഗോഡ് ജനങ്ങൾ, കാസർഗോഡ് പരിസര പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ശുദ്ധേനം അതുകൊണ്ട് പദ്ധതി ബാക്കിയായി വന്നു. ഇപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നത് പക്ഷേ കേരളം ഏറ്റവും പ്ലാനായിരിക്കും. അതുവഴി നാട്ടിൽ നിന്ന് ജലമെടുത്ത് ശുദ്ധീകരിച്ച് ശുദ്ധീകരണത്തിലാണ് ആ ശുദ്ധീകരിച്ച് ഇപ്പോൾ കാസർഗോഡ്, ചെമ്മനാട്, അതുപോലെ തന്നെ മാത്തോട്, തുടങ്ങിയ പ്രദേശങ്ങളിൽ ആകെ കുടിവെള്ളത്തിന്റെ സ്രോതസ് മേഖലയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തൊട്ടടുത്ത് ഗോവിന്ദാണ് ഏറ്റവും വേണ്ട പദ്ധതി. ആ പദ്ധതിയോടുകൂടിയാണ് കാസർഗോഡ് ഉൾക്കൊള്ളുന്നത്. വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾ ജനസേവനത്തിന്റെ ഏറ്റവും ഉദാത്ത മാർഗങ്ങൾ സൃഷ്ടിച്ച ആളുകളാണ്. അഥവാ ജനസേവനം ഏറ്റവും നന്നായി ചെയ്യുന്ന ആളുകളാണ്. കേവലം ഒരു ജീവനക്കാരൻ കൊടുക്കുന്നത് മാത്രമല്ല, ജലമാണ് കൊടുക്കുന്നത്. ആ ജലമാണ് കേരള വാട്ടർ അതോറിറ്റി ഉപയോഗിച്ച് ഉപയോഗിക്കുകയായിരുന്നു. ഒരു വർഷം ജീവനക്കാരൻ ആ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കർണാടക സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ഇവിടുത്തെ സാധാരണ വരുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ തലങ്ങളിലുമുള്ള ഇന്ത്യയിലുള്ള കമ്മിറ്റികൾ, CIT പോലുള്ള സംഘടനകളുടെ എല്ലാ യൂണിയനുകളുടെയും ജനപ്രതി യോഗങ്ങൾ എല്ലാ മെമ്പർമാരെയും
മാത്രമല്ല അവരുടെ കുടുംബങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പോയി മികവുറ്റ ട്രെയിനിങ് സംഘടന ഒരു കാലത്തുമില്ലാത്ത വിധത്തിലേക്ക് നടത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങളിൽ ആവിഷ്കരിക്കാൻ കാലാവസ്ഥയിലേക്ക് പറഞ്ഞതുപോലത്തെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ കവചമായ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇടതുപക്ഷ ശക്തിയെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇന്ത്യയിൽ അനിവാര്യമായി ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ രൂപീകരണം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി അടിസ്ഥാനത്തിൽ മാത്രമായി നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എങ്കിലും ജനങ്ങളാൽ ഉത്സവാവേശത്തോടുകൂടി ഇടപെടുന്നതാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് തൊഴിലാളി വർഗം കാണുന്നത്. അവിടെ ആ സമരത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഘടനയിലൂടെ മുന്നേറാൻ കഴിയാതെ വന്നാൽ അത് സൃഷ്ടിക്കപ്പെടുന്ന അപകടം തൊഴിലാളി വർഗത്തിന് മാത്രമല്ല കർഷക ജനസാമാന്യത്തിലടക്കമുള്ള സാധാരണ ജനവിഭാഗങ്ങൾക്കടക്കം സമൂഹത്തെ ആകെ ബാധിക്കുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പോകണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ അടിത്തറയ്ക്ക് പോറലേൽക്കാതെ അതിനെ സംരക്ഷിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും നമുക്ക് കഴിയും. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തന്നെ തൊഴിലാളി വർഗത്തിന്റെ സമര പോരാട്ടങ്ങളുടെ സൃഷ്ടിയാണ്, അതിന്റെ ഉൽപ്പന്നമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കടമ നിറവേറ്റാൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സേവന സ്ഥാപനമായിട്ടുള്ള ജനറൽ അതോറിറ്റിയിലെ ജീവനക്കാരുടെ സമരസംഘടനയാണ് നമുക്ക് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കും. അതിവേഗത്തിൽ അതിന്റെ വളർച്ചയും ശക്തിയും വിപുലീകരണവും സാധ്യമാകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കാര്യപരിപാടികൾ ഈ സമ്മേളനം ഏറ്റെടുക്കണം, ചർച്ച ചെയ്യണം, രക്ഷിച്ചെടുക്കുമ്പോൾ അതിന്റെ ബാങ്കാളികളായ കാവലാളികളായ നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും സമൂഹത്തിലെ ഇന്ന് മാറി നിൽക്കാതെ അതിൽ തന്നെ പെടുന്നവരാണെന്നുള്ളത് കൊണ്ട് ഈ വലതുപക്ഷവൽക്കരണത്തിന്റെ എന്തെങ്കിലും വിധത്തിലുള്ള സ്വാധീനം നമ്മുടെ സംഘടനാ ശരീരത്തെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കാൻ താല്പര്യങ്ങളാണ്. അതെല്ലാം നിഷേധിക്കാനോ അന്യമതങ്ങളെ നിന്ദിക്കാനോ ആരെയും അനുവദിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ യുക്തിപരമായി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് കണക്കാക്കുന്ന വിധത്തിലേക്കുള്ള സാമൂഹ്യ ബോധം കേരളത്തിനകത്ത് ശ്രീനാരായണ ഗുരുവിന്റെയും കാക്കനാനന്ദന്റെയും സഹോദരനെയും അയ്യങ്കാളിയുടെയും എല്ലാം നവോത്ഥാന ചിന്തകളുടെ ഭാഗമായി രൂപപ്പെട്ട അടിത്തറയിട്ടിരുന്നു. നമ്മൾ ആരും ആഗ്രഹിക്കാത്ത വിധത്തിൽ മനുഷ്യനെ പരസ്പരം ബലിയാടുകളാക്കുന്ന, മനുഷ്യരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാത്ത പ്രത്യേകമായ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ സ്വാധീനം കൂടുതൽ ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് വലതുപക്ഷവൽക്കരണം. വലതുപക്ഷവൽക്കരണം എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലുമുണ്ട്. സാംസ്കാരിക തലത്തിലുണ്ട്, ആശയ തലത്തിലുണ്ട്, സാമ്പത്തിക രംഗത്തുണ്ട്, എല്ലാ രംഗങ്ങളിലും അത് കടന്നു വരിക. അതുകൊണ്ട് സർവതല സ്പർശിയായി പ്രതിഫലിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു നിലപാട് തൊഴിലാളി വർഗത്തിന് ഉയർത്തിപ്പിടിക്കും. തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് വരുമ്പോൾ ഇത് തമ്മിൽ വ്യത്യസ്തമാണിത് എന്നുള്ളത് കാണിക്കാൻ, പ്രകടമാക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ജനങ്ങൾ നമ്മളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി കണക്കാക്കുകയും നമുക്ക് വലിയ തോതിൽ അവരുടെ വിശ്വാസം സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത് ആസൂത്രിതമായി കൊണ്ടുവരുന്ന ശക്തികൾ കേരള
ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കുന്ന ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ബാഹ്യമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളി വർഗത്തിന് നേരെ ഉയർന്ന വെല്ലുവിളികളാണ്. ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന പുതിയ പരിതസ്ഥിതി ലോക സമഗ്രതയെ പൂർണ്ണമായി വല്ലാതെ വലിച്ചിഴക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്താൻ പ്രധാനമായും ഈ ഘട്ടത്തിൽ ശ്രമിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വളരെ ശക്തമായി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 1990-കളിൽ സൂചിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്ന വലിയ മാറ്റം ലോകത്ത് വലിയ തോതിൽ തൊഴിലാളി വർഗത്തിന്റെ അതിന്റെ രാഷ്ട്രീയമായിട്ട് ഔന്നത്യത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടത്തിൽ സോഷ്യലിസത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യം ലഭിച്ചിരുന്നതാണ്. പക്ഷേ സോഷ്യലിസത്തിന്റെ പ്രയോഗത്തിന് വലിയ പ്രതിസന്ധി ഉയർന്നു വന്ന പ്രശ്നം ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് രാജ്യമായി അറിയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയന്റെ പ്രതിസന്ധി തന്നെ വലിയ തോതിൽ ലോകത്ത് വിമോചന പോരാട്ടങ്ങളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു. ആ വിമോചന പോരാട്ടങ്ങൾ നിലവിലുള്ള വ്യവസ്ഥയോടുള്ള ഏറ്റുമുട്ടലും ആ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ആരായതുമാണ്. അതിന് വലിയ തോതിലുള്ള സംശയങ്ങൾ ഉയർന്നു വരാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, മുതലാളിത്തം അത് നിലനിൽക്കുന്നത് തന്നെ കടുത്ത ചൂഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ലാഭം കൂടുതലുണ്ടാവണം, അതിൽ കുറഞ്ഞ് വേറൊരു ലക്ഷ്യവുമില്ല എന്നുള്ള നിലയിലാണ് മൂലധന ശക്തികൾ മുതലാളിത്തത്തെ കെട്ടിപ്പടുത്തുന്നത്. അവിടെ ലാഭം അനിയന്ത്രിതമായി ഒഴുകണമെന്ന് കണക്കാക്കുന്നവർ അതിനെതിരെ ആ മൂലധനം യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യത്തിൽ സംഘടിക്കാനും സമരം ചെയ്യാനും അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അത് മൂലധനത്തിന്റെ അനിയന്ത്രിതമായ ഒഴുക്കിന് തടസ്സമാണ്. അതിനെതിരായി നീങ്ങാൻ തയ്യാറാവുന്നു. അതുകൊണ്ടാണ് കടുത്ത നിയന്ത്രണങ്ങളും നിയമവ്യവസ്ഥകളും എല്ലാം ഭരണകൂടങ്ങൾ തൊഴിലാളി വർഗത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയിലെ പ്രതിബദ്ധതകളും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ അതുപോലെ തന്നെ
വിവിധ മേഖലകളിലെ നേതാക്കന്മാരുടെ
അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.